അഴിമതിക്കാരല്ലാത്ത പുണ്യാളന്മാരാണല്ലോ കേരളത്തിലെ കോൺഗ്രസും ലീഗുകാരും. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം പക്കയാണ്. മഞ്ഞളാംകുഴി അലിയുടെ മണ്ഡലത്തിലെ ഒരു കമ്മ്യൂണിറ്റി സെൻ്ററാണ് 50 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചത്. വീഴക്കം കണ്ട. പക്ഷേ ഇതൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കണ്ട് ഞെട്ടാറില്ല, അത് ചർച്ചയാക്കാറുമില്ല. ആ 50 ലക്ഷം ഇങ്ങനെ തവിട് പൊടിയായത് ഒരു സാധാരണ വാർത്തയായിട്ട് കടന്നു പോകുന്നത് എങ്ങനെയെന്ന് നോക്കിയേ. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. മലപ്പുറം പെരിന്തൽമണ്ണ താഴേക്കോട് നിർമ്മാണത്തിലിരുന്ന കമ്മ്യൂണിറ്റി സെന്റർ തകർന്നു വീണു. തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അരക്കുപറമ്പ് മറുതൻപാറയിലെ അംബേദ്കർ ഉന്നതിയിലെ കെട്ടിടമാണ് തകർന്നു വീണത്. 26 ലക്ഷം രൂപ ചെലവിൽ MLA ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച കമ്മ്യൂണിറ്റി സെന്ററാണ് തകർന്നു വീണത്. കെട്ടിടം തകരാൻ കാരണം നിർമ്മാണത്തിലെ വീഴ്ചയെന്നാണ് ആരോപണം. മുഹമ്മദ് റിയാസോ പിണറായി വിജയനോ മറ്റ് ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും മന്ത്രിമാരായിരുന്നെങ്കിൽ നമുക്കിന്നത് ആഘോഷമാക്കാമായിരുന്നു. കണ്ടില്ലായിരുന്നു അടുത്ത ദിവസങ്ങളിലെ കോലാഹലം. തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വാർത്തയിൽ പറയുന്നുണ്ട്. പക്ഷേ വാർത്താ സംഘങ്ങൾ തമ്പടിക്കുന്നുണ്ടോ? പ്രതികരണങ്ങളുണ്ടോ? തൊഴിലാളികളുടെ കുടുംബങ്ങളെ അന്വേഷിച്ച് പോയിട്ടുണ്ടോ? ആ നാട്ടുകാരുടെ പ്രതികരണം നിങ്ങൾ കണ്ടോ? അതൊന്നുമില്ല. 50 ലക്ഷം ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കെല്ലാം ഇതുപോലെ പൊടിച്ചു കളയാം. അത് അവരെ സംബന്ധിക്കുന്നിടത്തോളം തറവാട്ട് മഹിമയുടെ അടിസ്ഥാനത്തിലും തൊഴിലാളി പാർട്ടിയല്ലല്ലോ, കുടുംബ പാർട്ടിയും തറവാട് പാർട്ടിയാണല്ലോ, അവർക്കിതൊക്കെ ചെയ്യാം. അതൊക്കെ സാധാരണ സംഭവമല്ലേ.